നമസ്കാരം. പാകിസ്ഥാൻ ഗൾഫ് യുദ്ധത്തിൽ സൗദിയോടൊപ്പം നിലയുറപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇത് പാകിസ്ഥാനെ ആഭ്യന്തരമായി എങ്ങനെ ബാധിക്കും എന്നറിയില്ല. കാരണം ഇതിനോടകം തന്നെ പാകിസ്ഥാനിലെ ജനത അമേരിക്കൻ എംബസിക്ക് നേരെയുള്ളൊരു ആക്രമണമൊക്കെ നടത്തി. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അഡ്വൈസറായ റാന സനാവുള്ള സൗദിയുടെ പ്രതിനിധിയുമായിട്ട് സംസാരിക്കുകയുണ്ടായതിന് പ്രകാരം ഇന്ന് പാകിസ്ഥാനിലെ ഫസ്റ്റ് ബാച്ച് സൈന്യം സൗദിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാൻ, അതായത് ഇനി സൗദി അറേബ്യ പാകിസ്ഥാൻ്റെ വലയത്തിലാണ് എന്നുള്ളതാണ്. പാകിസ്ഥാനും സൗദിക്കൊപ്പം ഈ യുദ്ധത്തിൽ പങ്കുചേരുവാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇത് അമേരിക്കയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ്റെ സൈന്യത്തെ സൗദി അറേബ്യയിൽ വിന്യസിച്ചു കഴിഞ്ഞു. 2025 സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് കരാറിൻ്റെ ഒരു സാധ്യതയാണ് ഇപ്പോൾ വഴിതെളിഞ്ഞ് കണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ സൗദിയുടെ അടുത്ത് നടത്തുന്ന ഒരു നീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2025 സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് കരാറാണ്. ഇറാൻ്റെ ഡ്രോൺ വഴിയുള്ള ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ LY-18 മിസൈലും HQ-16 മീഡിയം റേഞ്ച് മിസൈലും FM-19 ഷോർട്ട് റേഞ്ച് മിസൈലും MK-3 ഉൾപ്പെടെയുള്ള മിസൈൽ സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ 3 സൈന്യങ്ങളും അവിടെ എത്തിക്കഴിഞ്ഞു. നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ആർമി ആയിക്കോട്ടെയൊക്കെ സൗദിയുടെ സൈന്യവുമായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പോരാടാൻ തയ്യാറായിരിക്കുകയാണ്. ഇത് പ്രധാനമായിട്ടും പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ നിലവിലെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതുവഴി രണ്ടുണ്ട് പ്രയോജനം. അതായത് ഗൾഫ് മേഖലയിലൊരു സഹായം പാകിസ്ഥാന് ഇതിനോടകം തന്നെ ഉറപ്പുവരുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ പോയ അമേരിക്കയുടെ സഹായം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോർമൂസ് തുറമുഖം അടച്ചിട്ട സാഹചര്യത്തിൽ സൗദിയിലെ തന്നെ യാൻബു തുറമുഖം വഴി, റെഡ് സീ വഴി പാകിസ്ഥാനിലേക്ക് എണ്ണ എത്തിക്കുവാനുള്ളൊരു നീക്കവും സൗദി നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തിയില്ലെങ്കിൽ 6 ബില്യണിലധികമാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ കടം. ഇത് വലിയ രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ നയിക്കും. ഇപ്പോൾ തന്നെ ഊർജം, അതായത് എണ്ണ ലഭിക്കാതെ പാകിസ്ഥാനിൽ ഏകദേശം സ്കൂളുകൾ അടച്ചിടാനും സർക്കാർ ഓഫീസുകൾ അടച്ചിടുവാനുള്ളൊക്കെ തീരുമാനമെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ബുദ്ധി പാകിസ്ഥാൻ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗദിയുടെ $3 ബില്യൺ നിക്ഷേപം, റിയാദിലെ $3 ബില്യൺ നിക്ഷേപം കുറഞ്ഞാൽ തന്നെ, അതായത് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകും. അതോടൊപ്പം തന്നെ മക്കയും മദീനയും അടങ്ങുന്ന ഒരു സങ്കേതമായിട്ടുള്ള, മുസ്ലിങ്ങളുടെ ഏറ്റവും ആരാധനാ കേന്ദ്രമായിട്ടുള്ള മക്കയും മദീനയും അടങ്ങുന്ന സൗദിയെ സംരക്ഷിക്കുന്നത് ഒരു പാകിസ്ഥാൻ്റെ കടമയായിട്ട് പാകിസ്ഥാൻ കാണുന്നു. ഹൂത്തി ആർമി ഇതിനോടകം തന്നെ സൗദിയുടെ മറ്റ് പ്രദേശങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞു. ഈ ഹൂത്തി ആർമി വെച്ചിട്ട് പാകിസ്ഥാന് നേരെയുള്ള ഒരു ആക്രമണം നടക്കാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ പാകിസ്ഥാന് ഇത് ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കാരണം പാകിസ്ഥാന് ഇന്റേണലി, ആഭ്യന്തരമായിട്ട് പാകിസ്ഥാനിലെ ജനത ഇറാനൊപ്പമാണ്, ഇറാനിൻ്റെ ഉമ്മത്തിനൊപ്പമാണ്, അതായത് മുസ്ലിം ഉമ്മത്തിനൊപ്പമാണ് എന്നുള്ളതാണ്. കാരണം അമേരിക്കയാണ്, അതോടൊപ്പം തന്നെ ഇസ്രായേലാണ്. അമേരിക്ക ആക്രമണം നടത്തുന്നു എന്നതല്ല അവിടുത്തെ പ്രശ്നം. ഇസ്രായേൽ എന്ന ജൂതരാജ്യം ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോഴാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന തരത്തിൽ പാകിസ്ഥാൻ സൗദിയോടൊപ്പം നിലയുറപ്പിക്കുന്നത് എന്നത് പാകിസ്ഥാനെ വളരെയധികം ബാധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം എണ്ണയുടെ ഒഴുക്ക് നടക്കുന്നത്, എണ്ണയുടെ ഒരു ട്രേഡ് റൂട്ട്, എണ്ണയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹോർമൂസ് തുറമുഖം വഴിയാണ്. 20% എണ്ണയുടെ ട്രേഡിംഗ് ആണ് ഹോർമൂസ് തുറമുഖം വഴി നടക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാന് ഒരു സഹായം സൗദിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കും ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇന്ത്യ ഇനി ഗൾഫ് മേഖലയെ എങ്ങനെ സമീപിക്കും, ഇന്ത്യ ഇനി എങ്ങനെ ഈ യുദ്ധത്തിനെ സമീപിക്കുമെന്ന് ഇനി തീരുമാനമെടുക്കേണ്ടിയിരിക്കും. കാരണം ഒരു ഭാഗത്ത് ഇറാൻ നിൽക്കുമ്പോൾ അവിടെ ഭാരതത്തിൻ്റെ കാശ് ഛബാർ പോർട്ടിൽ ഇന്ത്യ നിക്ഷേപിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് ഇന്ത്യയുടെ ഏറ്റവും അധികം ഊർജ്ജ സഹകരണമുള്ള സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളും. ഇതിനകത്ത് ഭാരതം എങ്ങനെ തീരുമാനമെടുക്കുന്നത് എന്ന് ഇനി തന്നെ കണ്ടറിയേണ്ടിയിരിക്കും. എന്നാലും ശക്തമായൊരു തീരുമാനം എടുത്തുകൊണ്ട് ഭാരതം ഈ യുദ്ധത്തെ സമീപിക്കും എന്ന ഉറപ്പാണ്. പാകിസ്ഥാൻ്റെ ഇത്തരം സ്വപ്നങ്ങളൊന്നും, അതായത് ഭാരതത്തെ ഏതെങ്കിലും തരത്തിൽ ഈ രീതിയിൽ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണെങ്കിൽ അത് സ്വപ്നമായി തന്നെ അവശേഷിക്കുവാനുള്ള സാധ്യതയേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.